ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് വിശ്വസിക്കാനാവാത്ത അനവധി സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ തന്നെ മറ്റൊരാളോട് പറഞ്ഞാൽ പോലും വിശ്വസിക്കാനാവാത്ത കാര്യങ്ങളുണ്ട്. എന്നാൽ CCTVയുടെ വരവോടുകൂടി അത്തരത്തിലുള്ള അനവധി സംഭവങ്ങൾ ലോകം കണ്ടു തുടങ്ങി. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് തമിഴ്നാട്ടിലെ ഒരു ഡോക്ടർ തന്റെ അച്ഛനോട് ചെയ്ത കാര്യം മുതൽ കോഴിക്കോട് നടന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവം വരെയാണ്. 2020 ഡിസംബറിൽ വിയറ്റ്നാമിൽ വെച്ചുണ്ടായ ഒരു ഞെട്ടിക്കുന്ന സംഭവമാണിത്. ഒരു സ്ത്രീ കുഞ്ഞിനെ ഉറക്കുന്നതിനായി തൊട്ടിയിൽ ആട്ടുന്നത് നമുക്കിവിടെ കാണാം. കൂടാതെ അവർക്ക് സമീപത്തായി തന്നെ വലിയൊരു പാമ്പ് വന്നിരിക്കുന്നതും കാണാൻ സാധിക്കും. എന്നാൽ അത് ശ്രദ്ധയിൽപ്പെടാത്ത സ്ത്രീ തൊട്ടിയിൽ നിന്നിറങ്ങി നിലത്തിരുന്ന് കുട്ടിയെ ആട്ടുകയാണ്. അല്പനേരം കഴിഞ്ഞ് പാമ്പിനെ കണ്ട സ്ത്രീ പേടിച്ച് കുട്ടിയെയും എടുത്ത് നിലവിളിച്ച് ഓടുകയാണ്. ഇംഗ്ലണ്ടിലെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായ സംഭവമാണിത്. 25 വയസ്സായ ബ്രിട്ടനി ഡിക്സ് എന്ന പെൺകുട്ടിയെ ഒരാൾ തോക്ക് ചൂണ്ടി ആ പെൺകുട്ടിയുടെ തന്നെ കാറിന്റെ ട്രങ്കിലടച്ച് തട്ടിക്കൊണ്ടു പോവുകയാണ്. ഒരു ഗ്യാസ് സ്റ്റേഷനിൽ വെച്ച് കാറിൽ നിന്ന് ആ പെൺകുട്ടി രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. കാറിന്റെ ട്രങ്കിനുള്ളിൽ നിന്ന് ട്രങ്ക് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ലിവറിൽ വലിച്ച് ട്രങ്ക് തുറന്ന് കാറിൽ നിന്ന് ചാടുകയായിരുന്നു ബ്രിട്ടനി. നഴ്സിംഗ് സ്റ്റുഡന്റ് ആയിരുന്ന ബ്രിട്ടനിയുടെ കയ്യിലുണ്ടായിരുന്ന ഇൻസുലിൻ പമ്പിന്റെ ലൈറ്റിൽ ഇരുട്ടത്ത് ലിവർ കണ്ടുപിടിക്കുകയായിരുന്നു. ലിവർ വലിച്ച് ഓടുന്ന കാറിൽ നിന്ന് രക്ഷപ്പെട്ട ബ്രിട്ടനി ഗ്യാസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് ഓടിക്കയറി അവരോട് സഹായം ചോദിച്ചു. ഉടനെ തന്നെ അവർ പോലീസിനെ വിവരമറിയിച്ചു. ഈ സംഭവം മുഴുവൻ CCTVയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. പതറാതെ ആ സന്ദർഭത്തെ നേരിട്ട ബ്രിട്ടനി ഒരു മാതൃകയാണ്. ചെന്നൈയിലുള്ള ഒരു ആശുപത്രിയിൽ വെച്ച് നടന്ന ഞെട്ടിക്കുന്ന സംഭവമാണിത്. 2015 സെപ്റ്റംബറിൽ ഡോക്ടർ ജയസുധ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന തന്റെ അച്ഛനെ കാണുവാനായി വരികയാണ്. തന്റെ അച്ഛനോട് തനിച്ച് സംസാരിക്കണം എന്നാവശ്യപ്പെട്ട് റൂമിലുണ്ടായിരുന്ന നഴ്സുമാരോട് പുറത്തേക്ക് പോകുവാൻ പറഞ്ഞു. അല്പസമയത്തിന് ശേഷം ഈ വ്യക്തി ഷർട്ടിനുള്ളിൽ വെച്ചിരുന്ന ഡോക്യുമെന്റ്സ് പുറത്തേക്കെടുത്തു. എല്ലാവരും ചേർന്ന് അച്ഛനോട് ഒപ്പിടാൻ നിർബന്ധിക്കുകയും തുടർന്ന് വിരലടയാളം ഡോക്യുമെന്റ്സിൽ പതിപ്പിക്കുകയും ചെയ്തു. അച്ഛന്റെ കയ്യിൽ പതിഞ്ഞിരിക്കുന്ന മഷി തുടച്ചു കളയുന്നത് നമുക്ക് കാണാം. ഇതിനുശേഷം അവർ ചെയ്തതാണ് ഏറ്റവും ക്രൂരമായ കാര്യം. അച്ഛന്റെ ദേഹത്ത് ബന്ധിപ്പിച്ചിരുന്ന IV ലൈൻ കട്ട് ചെയ്ത് ജയസുധ അച്ഛനെ കൊല്ലുവാൻ ശ്രമിക്കുകയാണ്. പുറത്തുനിന്ന് നഴ്സ് കംപ്ലൈന്റ് പറഞ്ഞതിനെ തുടർന്ന് DMO ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഡോക്യുമെന്റ്സുമായി അപ്പോൾ തന്നെ അവരെല്ലാവരും റൂമിൽ നിന്ന് രക്ഷപ്പെട്ടുപോയി. അമേരിക്കയിൽ വെച്ചുണ്ടായ ഒരു സംഭവമാണിത്. മെലീസ സ്മിത്ത് എന്ന 28 വയസ്സുള്ള സ്ത്രീ തന്റെ കാറിന് ഗ്യാസ് ഫില്ല് ചെയ്യുന്നതിനായി ഗ്യാസ് സ്റ്റേഷനിൽ ഇറങ്ങിയ സമയത്ത് ഈ കറുത്ത കാറിൽ വന്ന മോഷ്ടാവ് കാറിൽ കയറി കാർ മോഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണ്. അത് കണ്ട സ്ത്രീ എന്താണ് ചെയ്തത് എന്ന് നമുക്ക് കാണാം. മെലീസ കാറിന്റെ മുകളിൽ കയറി മുറുകെ പിടിച്ചിരുന്നു. കള്ളൻ മെലീസയെ കാറിൽ നിന്ന് വീഴ്ത്തുവാൻ ശ്രമിച്ചെങ്കിലും മെലീസ പിടിച്ചിരുന്നു. രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ കള്ളൻ ഉടനെ തന്നെ കാറിൽ നിന്നിറങ്ങി രക്ഷപ്പെട്ടു. ആ സമയത്ത് മെലീസ സ്മിത്ത് കാണിച്ച ധൈര്യം പ്രശംസനീയമാണ്. വീട്ടിൽ വരുന്ന പരിചയമില്ലാത്തവരെ കണ്ടാൽ വളർത്തുനായ്ക്കൾ കുരയ്ക്കുന്നത് സാധാരണമായ കാര്യമാണ്. ലോസ് ഏഞ്ചൽസിലെ ഒരു വീട്ടിൽ ഒരു സ്ത്രീ കൊറിയർ ഡെലിവറി ചെയ്യുന്നതിനായി വന്നപ്പോൾ ആ വീട്ടിലുണ്ടായ നായ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു. എന്നാൽ ആ സ്ത്രീ അപ്പോൾ കയ്യിലുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ നായയുടെ മുഖത്തേക്ക് അടിച്ചു. നായയുടെ ഉടമ ഈ സംഭവത്തിന്റെ പേരിൽ US പോസ്റ്റൽ സർവീസിൽ കംപ്ലൈന്റ് നൽകി. പശുവിന് നേരെ വരുന്ന ലോറിയുടെ ഡ്രൈവർ ചെയ്ത അതിസാഹസികമായ സംഭവത്തിന്റെ വീഡിയോയാണിത്.
കോഴിക്കോട് വെച്ചുണ്ടായ ഒരു സംഭവമാണിത്. ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് പോകുന്ന ഒരു പെൺകുട്ടിയാണിത്. അതോടൊപ്പം വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു യുവാവിനെയും കാണാം. മറ്റാരുമില്ലാതിരുന്ന വഴിയിൽ അല്പനേരം കഴിഞ്ഞ് ആ യുവാവ് പെൺകുട്ടിയെ കടന്നു പിടിക്കുകയായിരുന്നു. പെൺകുട്ടി ഒച്ച വെച്ചതോടെ അക്രമി ഓടിപ്പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ നടക്കാവ് പോലീസ് പ്രതിയെ പിടികൂടിയിരുന്നു. സമീപത്തെ ഫ്ളാറ്റിലെ CCTVയിലെ ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. ബൈക്കുകൾ അമിത വേഗത്തിൽ പോകുന്നത് നിയമവിരുദ്ധമാണെന്ന് നമുക്കറിയാം. 300 കിലോമീറ്റർ വേഗതയിൽ ബൈക്ക് പോകണമെങ്കിൽ അത് ബൈക്ക് റേസുകളിലായിരിക്കും. എന്നാൽ പൊതുനിരത്തിലൂടെ അമിത വേഗതയിൽ പോയ ഒരു ബൈക്കാണിത്. ബാംഗ്ലൂർ റോഡിൽ 300 കിലോമീറ്റർ സ്പീഡ് ടച്ച് ചെയ്യുന്നുണ്ട് ഈ ബൈക്ക്. ഹെൽമെറ്റിൽ ഘടിപ്പിച്ചിരുന്ന ഗോപ്രോ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണിത്. ഈ വീഡിയോ പിന്നീട് വൈറലാവുകയും പോലീസ് ബൈക്ക് സീസ് ചെയ്യുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ വെച്ചുണ്ടായ ഒരു സംഭവമാണിത്. ഒരാൾ പെട്രോൾ പമ്പിൽ ചെന്നിട്ട് കുപ്പിയിൽ പെട്രോൾ തരുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആ വ്യക്തിക്ക് ബോട്ടിലിൽ പെട്രോൾ നൽകിയില്ല. അതിന്റെ പ്രതികാരമായി അയാൾ എന്താണ് ചെയ്തത് എന്ന് നോക്കാം. പെട്രോൾ പമ്പിലുള്ള ഓണേഴ്സ് ക്യാബിന്റെ ഉള്ളിലേക്ക് 3 പാമ്പുകളെ തുറന്നുവിട്ടു. 2 വിഷമുള്ള പാമ്പും ഒരു വിഷമില്ലാത്ത പാമ്പുമായിരുന്നു അത്. ഇത്തരത്തിലുള്ള പ്രതികാരങ്ങൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നവയല്ല. ഒളിമ്പ്യൻ അന്തോണിയാദം എന്ന സിനിമയിൽ മോഹൻലാൽ ഡിസ്കസ് ത്രോ ചെയ്ത് ഡിസ്ക് തിരികെ കയ്യിൽ കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. അത് റിയൽ ലൈഫിൽ സാധ്യമാണോ എന്നുള്ള സംശയത്തിന് ഉത്തരമാണ് മാസ്റ്റർ S കാമരാജ്. വജ്രം വാരിയേഴ്സ് എന്ന തമിഴ് യൂട്യൂബ് ചാനലിലാണ് ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ്. ഒരു വസ്തു അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞ് അത് തിരികെ കയ്യിലേക്ക് തന്നെ വരുത്തുന്ന ഉജ്ജ്വല പ്രകടനമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.